തലസ്ഥാനത്ത് വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കാട്ടാക്കട വിഗ്യാൻ കോളേജിലാണ് സംഭവം. 2ാം വർഷം BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ ദേവിനാണ് മർദ്ദനമേറ്റത്. മുഖത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാ ചെറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെറുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവ ചീത്ത വിളിച്ചു. അപ്പോൾ ഞാനും ഒരുമാതിരി പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോയി ക്ലാസ്സിൽ നിന്നപ്പോൾ ഇവർ 3 പേരായിട്ട് അർജുൻ്റെ കൂട്ടുകാരന്മാർ 2 പേർ കൂടെയായിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. ആദ്യം റോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ തള്ളി, പിന്നെ അർജുൻ, അനന്തൻ, റോഹൻ 3 പേരായിട്ട് മാറി തലയിൽ മുഖത്തുമായിട്ടൊക്കെ മർദ്ദിക്കുകയായിരുന്നു. പരിക്ക് എവിടേക്കാണ്? പരിക്ക് ചുണ്ടിലുണ്ട്, തുണിക്ക് തൊട്ടായിരുന്നു. അത് മോതിരം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതിവിടെ തലയൊക്കെ വേദനയുണ്ട്. എന്തായിരുന്നു സംഭവം? തലസ്ഥാനത്ത് വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കാട്ടാക്കട വിഗ്യാൻ കോളേജിലാണ് സംഭവം. ശാലിനി ചേരുന്നു. ശാലിനി, പറയൂ. രോഹിണി, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരത്തെ നടുക്കി വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിദാരുണമായ സംഭവം തന്നെയാണ് തലസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. കാട്ടാക്കട വിഗ്യാൻ കോളേജിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം അരങ്ങേറിയിട്ടുള്ളത്. ബികോം 2ാം വർഷ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ മറ്റൊരു BBA വിദ്യാർത്ഥിയും തമ്മിലായിരുന്നു ഈ മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BBA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റോ ദേവിനാണ് അതിക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുള്ളത്. ബികോം 2ാം വർഷ വിദ്യാർത്ഥികളായ 3 പേർ ചേർന്ന് ക്രിസ്റ്റോയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് മുൻവൈരാഗ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവരെല്ലാം തന്നെ ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നു. ഈ സുഹൃത്തുക്കള് പിന്നീട് പിണങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ സൗഹൃദം നല്ലതല്ല എന്ന് തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഇവരോട് കൂട്ടുകൂടാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റോ ദേവ് അവരിൽ നിന്നും ആ ഗ്രൂപ്പിൽ നിന്നും പിറകോട്ട് പോയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകുന്നേരം കോളേജിലൂടെ നടന്നുപോയ ക്രിസ്റ്റോയെ തടഞ്ഞു നിർത്തിയ 3 സംഘം അതിക്രൂരമായി ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. പിന്നീടാണ് ഈ 3 വിദ്യാർത്ഥികൾ, അർജുൻ, അനന്തൻ, റോഹൻ എന്ന് പറയുന്ന 3 വിദ്യാർത്ഥികൾ, ബികോം 2ാം വർഷ വിദ്യാർത്ഥികളാണ്. ഈ 3 പേരും ചേർന്ന് ക്രിസ്റ്റോയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മൂക്കിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ക്രിസ്റ്റോയ്ക്ക്. ക്രിസ്റ്റോ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശുപത്രിയിൽ പരിക്കിനും ഒപ്പം തന്നെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂക്കിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റോ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജ് മാനേജ്മെന്റ് അടക്കമുള്ളവർ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് തന്നെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വിദ്യാർത്ഥികൾ, ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ മർദ്ദിക്കുന്ന വാർത്തകൾ ജനം TV അടക്കം പുറത്തുവിട്ടത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് തലസ്ഥാനത്ത് ഭരണസ്ഥിരാജ്ഞയുടെ തൊട്ട് കീഴിലായി വീണ്ടും ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള മർദ്ദനം പുറത്തു വരുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പിതാവും പ്രിൻസിപ്പലും തമ്മിൽ സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണം ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. ഞാൻ എങ്ങനെയെങ്കിലും വെളിയിൽ കളയാനാണ് ഞാൻ മാനേജ്മെന്റ് കൂടെ നോക്കുന്നത്. ഞാൻ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞാൻ നീങ്ങാൻ ഇല്ല. നിങ്ങളത് ചെയ്യേണ്ടത് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ സ്റ്റേഷനിലല്ല ഇൻഫോം ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല. പരാതി തന്നപ്പോൾ എനിക്ക് കോളേജ് തലത്തിൽ എൻക്വയറി നടത്തണം സാറേ. ഇല്ല, അതായിക്കോട്ടെ. എന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ സാറ് ദയവ് ഇത് പത്രത്തിലോ ഒന്നും കൊടുത്തേക്കല്ലേ. എനിക്ക് മോൻ പഠിക്കുന്ന കോളേജല്ലേ, ഏതായാലും പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യുക. സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാമല്ലോ. ഞങ്ങൾ പരാതി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം. മുറിവുണ്ടല്ലോ, മാനേജർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതുവരെ സാറ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കല്ലേ. എനിക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കും.